ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ദേവസ്വം ബോർഡിന്റെ വിവിധ തരങ്ങളായ അതായത് സ്പെഷ്യൽ ടോപ്പിക്കിലെ സെർട്ടൈൻ ടോപ്പിക്കുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ പോയി ചെയ്യുന്ന വഴിപാടുകൾ അല്ലേ. നമ്മളൊക്കെ അറിയാം, നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ പോയി ചെയ്യുന്നതാണ് വഴിപാടുകൾ. പുഷ്പാഞ്ജലിയായിട്ടും നെയ്വിളക്കായിട്ടൊക്കെ നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരോ ദേവനും, അതായത് ഓരോ ക്ഷേത്രങ്ങളിലെയും ഓരോരോ ദേവനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവർക്ക് വിശേഷപ്പെട്ട വഴിപാടുകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എല്ലാം, അതായത് ഓരോരോ ദേവന്മാരെ വെച്ച് നമുക്ക് പോകാനാവില്ല. പ്രധാനപ്പെട്ട കുറച്ച് ദേവന്മാരും അവരുടെ പ്രധാനപ്പെട്ട വഴിപാടുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അത്തരത്തിലുള്ള വഴിപാടുകൾ, ഏതൊക്കെ ദേവന്മാരായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഒന്നാമത് നോക്കാം. ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത് അല്ലെ. ഗണപതി ഭഗവാൻ അല്ലെങ്കിൽ വിഘ്നേശ്വരൻ എന്നും കൂടി പറയും അല്ലെ. വിഘ്നേശ്വരനുമായി ബന്ധപ്പെട്ടാണ്. പൂജയ്ക്ക് അർപ്പിക്കേണ്ട പ്രധാന വസ്തു കറുകപ്പുല്ല്. കറുകപ്പുല്ലാണ് പ്രധാനമായിട്ടും നമുക്ക് പുഷ്പങ്ങളിലും, അല്ലെങ്കിൽ കറുകപ്പുല്ലാണ് പ്രധാനമായിട്ടും കറുകമാല എന്ന രീതിയിൽ ഗണപതി ഭഗവാനെ നമ്മൾ സമർപ്പിക്കുന്നത്. പിന്നെ അപ്പം, മോദകം തുടങ്ങിയതാണ് പ്രധാനപ്പെട്ട നൈവേദ്യമായിട്ട് നമ്മൾ പറയാം. അതുകൂടാതെ നമുക്കറിയാം ഗണപതി ഹോമത്തിന്റെ ഒരു കൂട്ട് പോലെ പ്രസാദം നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. കൊട്ട തേങ്ങയും അങ്ങനെ പല വിധത്തിലുള്ള വസ്തുക്കൾ ഇട്ടിട്ട് ശർക്കര പാവില് ഉരുക്കിയ ഒരു കൂട്ട് പോലെ സാധനം നമുക്ക് എന്ത് കിട്ടാറുണ്ട്, ഗണപതി ഭഗവാനെ പറ്റി ഗണപതി ഹോമത്തിന്റെ ശേഷം നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. പിന്നെ പ്രധാനപ്പെട്ട അർച്ചനകൾ എന്ന് പറയുന്നത് അഷ്ടോത്തര അർച്ചന, ഗണപതി സൂക്ത അർച്ചന തുടങ്ങിയാണ്. സാധാരണഗതിയിൽ വിഘ്നനാശനായിട്ടാണ് ഗണപതി ഹോമം നടത്തുന്നത്. ഗണപതി ഭഗവാനുള്ള പ്രത്യേക വഴിപാടാണ് നാളികേരം ഉടയ്ക്കൽ അല്ലെ. അപ്പോൾ ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വഴിപാടുകൾ നമ്മൾ നോക്കി. പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് അപ്പം, മോദകം എന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ അർച്ചനകളിൽ പെടുന്നത് അഷ്ടോത്തര അർച്ചന, അതേപോലെ ഗണപതി സൂക്താർച്ചനയാണ്. കൂടാതെ നമ്മൾ വിഘ്നങ്ങളൊക്കെ മാറിത്തരാൻ വേണ്ടി, അല്ലെങ്കിൽ വിഘ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ നമ്മൾ ഗണപതി ഹോമം നടത്താറുണ്ട്. പിന്നീട് നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നതാണ്, നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യത്തിന് വേണ്ടി പോകുമ്പോഴോ അല്ലെ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു തേങ്ങ ഉടക്കുക എന്നുള്ള പരിപാടി അല്ലേ. തേങ്ങ അടിച്ചുകൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. അത് പല സന്ദർഭങ്ങൾ നമ്മൾ ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഓരോരോ സ്ഥലങ്ങളിലും ആ വിഘ്നങ്ങളെ ഒഴിവാക്കി തരാൻ വേണ്ടി തേങ്ങ അടിക്കുന്ന പതിവുണ്ട്. കൂടാതെ നമ്മൾ എപ്പോഴും പറയുന്ന പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലേ. അപ്പോൾ അത്തരത്തിൽ വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നാളികേരം ഉടയ്ക്കൽ അല്ലെങ്കിൽ തേങ്ങ ഉടയ്ക്കൽ എന്നുള്ളൊരു വഴിപാടും കൂടി നമുക്കിവിടെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട വഴിപാടുകൾ പറയാനുള്ളത്. ഓക്കെ, നോക്കാം അടുത്തത്. അടുത്ത പരമേശ്വരൻ അല്ലെ ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോക്കൂ, ആയുർ സൂക്താർച്ചന, സ്വയംവര പുഷ്പാഞ്ജലി, മംഗല്യ പുഷ്പാഞ്ജലി, ഉമാമഹേശ്വര പുഷ്പാഞ്ജലി എന്നീ അർച്ചനകൾക്കാണ് മുഖ്യം. അപ്പോൾ ഇത്രയും പുഷ്പാഞ്ജലികളാണ് അല്ല അർച്ചനകളാണ് പരമേശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഭസ്മാഭിഷേകം, ധാര തുടങ്ങിയ അഭിഷേകങ്ങളും പ്രധാനമാണ് അല്ലെ. അവിടെ ഭസ്മാഭിഷേകമായിട്ടും അതേപോലെ ധാരയായിട്ടും, ധാര എന്നത് ചിലപ്പം ശ്രീരുദ്രം എന്ന മന്ത്രങ്ങളെ കൊണ്ടുള്ള ധാരകളൊക്കെ ഉണ്ട്, ക്ഷീരധാരയുണ്ട്, അതുപോലെ ശംഖാഭിഷേകം എന്ന രീതിയിൽ ഒരുപാട് ധാരകളുണ്ട്. അതുപോലെ ധാരയും ശിവന് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ശിവന് പ്രധാനപ്പെട്ടതാണ് രുദ്രഹോമം, പിന്നെ മഹാമൃത്യുഞ്ജയ ഹോമം, അതേപോലെ മൃത്യുഞ്ജയ ഹോമം എന്നീ ഹോമങ്ങളാണ് നടത്തേണ്ടത്. അതായത് നമുക്കൊക്കെ അറിയാം, നമ്മൾ മൃത്യു അപമൃത്യു പോലുള്ള മൃത്യുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് അല്ലേ. മൃത്യുഞ്ജയ ഹോമത്തിൽ 7 ദ്രവ്യങ്ങൾ നമ്മൾ ഹോമിക്കും. ചിറ്റമൃതായിട്ടും, അതുപോലെ പേരാൽമൊട്ടായിട്ടും, എള്ളായിട്ടും, കറുകയായിട്ടും, നെയ്യായിട്ടും, അതേപോലെ തന്നെ ഹവിസായിട്ടും, പാലായിട്ടും, ഇങ്ങനെ 7ഓളം ദ്രവ്യങ്ങളാണ് നമ്മൾ എവിടെ ഹോമിക്കുക, മൃത്യുഞ്ജയ ഹോമത്തിൽ ഹോമിക്കുക. ഈ മൃത്യുഞ്ജയമാണ് ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോമങ്ങളുള്ളത്. പിന്നെ ദീർഘായുസ്, ആയുരാരോഗ്യ സൗഖ്യം, വിദ്യാഗുണം, മനോനിയന്ത്രണം, ദാമ്പത്യസുഖം, ഈശ്വരാധീനം എന്നീ ഫലങ്ങളാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള വഴിപാടുകൾ നടത്തിയാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. കൂടാതെ ശിവന് പ്രധാനപ്പെട്ട ഇല എന്ന് പറയുന്നത് കൂവളത്തിലിയാണ്. കൂവളത്തിലിയാണ് ശിവന് പ്രധാനപ്പെട്ട ഒരു ഇലയായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട വഴിപാടുകളും അവയുടെ സിദ്ധിയും അല്ലെ അവ കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രധാനമായും ഇതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, നോക്കാം അടുത്ത വിഷ്ണു ഭഗവാന്. വിഷ്ണു ഭഗവാന് വിഷ്ണു സഹസ്രനാമ സ്തോത്രം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചനകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ വിഷ്ണു ഭഗവാൻ സാധാരണ അർച്ചനകൾക്ക് പതിവ് പുരുഷ സൂക്തം, അതേപോലെ വിഷ്ണു സഹസ്രനാമ സൂക്തം, വിഷ്ണു സൂക്തം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാം. അതേപോലെ വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട ഹോമം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സുദർശന ഹോമമാണ്.
സുദർശന ഹോമമാണ് നമ്മൾ സാധാരണ വിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഹോമമാണ് സുദർശന ഹോമം. അതിൽ പ്രധാനമായിട്ടും കടലാടിയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യം എന്ന് പറയുന്നത് അല്ലേ. പിന്നീട് തൊഴിൽ ലാഭം, ആയുരാരോഗ്യ സൗഖ്യം, ഐശ്വര്യവർദ്ധനവ്, ശത്രുനാശനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ വിഷ്ണുവിന് പ്രധാനപ്പെട്ട പുഷ്പങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തുളസിയും ചെത്തി മന്ദാരം തുടങ്ങിയ പുഷ്പങ്ങളാണ്. അതായത് തുളസിപ്പൂവാണ് അല്ലെ തുളസിയുടെ ഇലയാണ് സാധാരണഗതിയിൽ വിഷ്ണു പൂജയ്ക്ക്, തുളസിയും ചെത്തിയുമാണ് സാധാരണഗതിയിൽ വിഷ്ണു പൂജയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുന്ന പുഷ്പങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് വിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. നോക്കാം അടുത്തത് ശ്രീകൃഷ്ണൻ അല്ലെ. ശ്രീകൃഷ്ണന് വെണ്ണ, അവില്, പഴം, പാൽപ്പായസം എന്നിവയാണ് നിവേദ്യങ്ങൾ. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ നിവേദ്യങ്ങൾ ഉണ്ടാവുക. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ അറിയാം നമുക്ക് കദളിപ്പഴം, അതേപോലെ പഞ്ചസാര, പാല്, വെണ്ണ, പാൽപ്പായസം തുടങ്ങിയ കാര്യങ്ങളാണ് സാധാരണ നിവേദ്യങ്ങളായിട്ട് നമുക്ക് പറയാനുണ്ടാവുക. സാധാരണ സന്താനലബ്ധി, അഭീഷ്ടസിദ്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളായിട്ട് പറയുക. പിന്നീട് വിഷ്ണു ഭഗവാന്റെ അവതാരം കൂടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് തന്നെ തുളസി നമ്മൾ ഉപയോഗിക്കേണ്ട, അതായത് തുളസി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു അർച്ചന പുഷ്പമാണ്. കൂടാതെ ശംഖുപുഷ്പങ്ങൾ, അതേപോലെ കൃഷ്ണ തുളസി തുടങ്ങിയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്ടപുഷ്പങ്ങളും കൂടിയാണ്. ഓക്കെ, നോക്കാം അടുത്തത് സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ടാണ്. സരസ്വതി ദേവിക്ക് ത്രിമധുരം, പഞ്ചാമൃതം, പഴം എന്നിവയാണ് നിവേദ്യങ്ങൾ. സരസ്വതി ദേവിക്ക് പ്രധാനമായിട്ടും ത്രിമധുരമാണ്. നമ്മൾ ഈ സാധാരണഗതിയിൽ വിദ്യാലബ്ധിക്ക് വേണ്ടി ത്രിമധുരം ജപിച്ച്, അതായത് നവരാത്രി സമയത്തൊക്കെ ത്രിമധുരം കഴിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കൂടാതെ സരസ്വതി പുഷ്പാഞ്ജലിയാണ് അർച്ചന, വിദ്യാഗുണം, ഫലം എന്നിവയാണ് പ്രധാനപ്പെട്ട ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. കൂടാതെ സരസ്വതി ദേവിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം എന്ന് പറയുന്നത് താമരയാണ് സാധാരണഗതിയിൽ സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ, നോക്കാം അടുത്തത് ശ്രീരാമ ഭഗവാന് പാൽപ്പായസം, അവില്, പഴം എന്നിവ തന്നെയാണ് നിവേദ്യം. അതായത് നമുക്കറിയാം വിഷ്ണു ഭഗവാന്റെ അവതാരം കൂടിയാണ്, ദശാവതാരത്തിൽപ്പെട്ട ഒരു അവതാരം കൂടിയാണ് അവിടെ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രീരാമചന്ദ്രനും ഇതേപോലെ തന്നെ വിഷ്ണു ഭഗവാൻ ഇഷ്ടപ്പെട്ട പാൽപ്പായസം, അവില്, പഴം എന്നിവ തന്നെയാണ് പ്രധാനപ്പെട്ട നൈവേദ്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ശ്രീരാമചന്ദ്രനെ നിത്യമായി ധ്യാനിച്ചാൽ ഏകപത്നി വ്രതം, ശാന്തത, ശൗര്യം, ജ്ഞാനപ്രാപ്തി തുടങ്ങിയൊക്കെയാണ് പ്രധാനപ്പെട്ട ഫലം പറയാനുള്ളത്. കൂടാതെ ശ്രീരാമന് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ എന്ന് പറയുന്നത് രാമതുളസി, മുല്ലമുട്ട് തുടങ്ങിയവയാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പുഷ്പങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, ശ്രീരാമദേവന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ദുർഗാദേവിയാണ്. ദുർഗാദേവിക്ക് പ്രധാനമായും ലളിതാ സഹസ്രനാമ അർച്ചന, നാമാർച്ചന, അഷ്ടോത്തരശത നാമാർച്ചന, ത്രിശതി അതേപോലെ തുടങ്ങിയൊക്കെയാണ് പ്രധാനമായിട്ടും അർച്ചനകൾ പറയുക. പായസം, കൂട്ടുപായസം തുടങ്ങിയവയാണ്, അല്ലെങ്കിൽ കടുംപായസം തുടങ്ങിയൊക്കെയാണ് പ്രധാനപ്പെട്ട നൈവേദ്യമായിട്ട് പറയാൻ സാധിക്കുക. കൂടാതെ ഇഷ്ടപ്പെട്ട പൂവ് എന്ന് പറയുന്നത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ അതേപോലെ ചുവന്ന പുഷ്പങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ദുർഗാദേവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനി അതിൽ തന്നെ അടുത്താണ് നാഗരാജാവ്, നാഗേഷി തുടങ്ങിയവർക്ക് പ്രധാനമായും സർപ്പസൂക്തത്തിൻ്റെ പുഷ്പാഞ്ജലിയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാം, സർപ്പസൂത്രം. കൂടാതെ പ്രധാനമായിട്ടും നൂറും പാലും അല്ലെ, നൂറും പാലും എന്ന് പറയും, പല സ്ഥലത്ത് നീരും പാലും എന്നൊക്കെ പറയും. അതൊക്കെ ഓരോ സ്ഥലമായി ബന്ധപ്പെട്ടുള്ള ഭാഷാ വ്യത്യാസങ്ങളും വഴിപാട് വ്യത്യാസങ്ങളാണ്. സാധാരണ നൂറും പാലും എന്ന് പറയാറില്ല, നൂറും പാലുമാണ് പ്രധാനപ്പെട്ട ഒരു വഴിപാട് പറയാൻ പറ്റുക. കൂടാതെ കവുങ്ങിൻ പൂക്കുലിയാണ് പ്രധാനപ്പെട്ട ഒരു പുഷ്പം എന്ന് പറയാൻ പറ്റുക. കവുങ്ങിൻ്റെ പൂക്കുലിയാണ് പ്രധാനപ്പെട്ട ഒരു പുഷ്പം എന്ന് പറയാൻ പറ്റുക. സാധാരണഗതിയിൽ സന്താനലബ്ധിക്ക് വേണ്ടി ഉരുളി കമിഴ്ത്തുക തുടങ്ങിയ ഒരുപാട് വഴിപാടുകൾ, മണ്ണാറശാല പോലുള്ള ക്ഷേത്രങ്ങളിൽ ഉരുളി കമിഴ്ത്തുക പോലുള്ള വഴിപാടുകളൊക്കെ നമ്മൾ ഈ നാഗരാജാവിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, സർപ്പദോഷ ശാന്തിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സന്താനലബ്ധിക്ക് വേണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, സാധാരണഗതിയിൽ കഴിപ്പിക്കുന്ന വഴിപാടുകളാണ്. ഓക്കെ, നോക്കാം അടുത്തത് അയ്യപ്പനും ധർമ്മശാസ്താവിനും ഹരിഹര സൂക്താർച്ചന, ശാസ്ത്ര സൂക്താർച്ചന എന്നിവയാണ് അർച്ചനകൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അർച്ചനകളായിട്ട് പറയാം. പിന്നെ നാളികേര മുടക്കല്, അതേപോലെ എള്ളുതിരി, പിന്നെ നീരാഞ്ജനം, ഇതും കൂടി പറയാൻ പറ്റും. നീരാഞ്ജനം ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട നൈവേദ്യങ്ങളായിട്ട് പറയാൻ പറ്റുക. കൂടാതെ അഭിഷേകങ്ങളിൽ നെയ്യഭിഷേകം, നമുക്കറിയാം ശബരിമല അയ്യപ്പന് നമ്മൾ സാധാരണഗതിയിൽ നെയ്യഭിഷേകമാണ് പതിവ്. ഇപ്പോൾ നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം എന്നിവയാണ് പ്രധാനപ്പെട്ട അഭിഷേകങ്ങൾ. കൂടാതെ അരവണ, അപ്പം മുതലായവയാണ് നിവേദ്യങ്ങൾ. കൂടാതെ ശനിദോഷനാശം, അതേപോലെ പാപനാശം, രോഗനാശം തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ പറയാനുള്ള ഫലങ്ങൾ പറയാൻ. കൂടാതെ ചെത്തിപ്പൂവാണ് പ്രധാനപ്പെട്ട ഇഷ്ടപുഷ്പം എന്നൊക്കെ പറയാൻ സാധിക്കുക. അപ്പോൾ ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, അയ്യപ്പനായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട വഴിപാടുകൾ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, അത് നവഗ്രഹങ്ങളാണ്. നവഗ്രഹങ്ങൾക്ക് പ്രധാനമായിട്ട് നമ്മൾ പറയാം നവഗ്രഹ മന്ത്രാർച്ചനയാണ് അല്ലേ. നമ്മൾ നവഗ്രഹങ്ങൾ എന്ന് പറയാറുണ്ട്, നമ്മളെ ഗ്രഹവുമായി ബന്ധപ്പെട്ട് അല്ലെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടാണ് നവഗ്രഹങ്ങൾ പറയാറുള്ളത്. അപ്പം നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹത്തിനും, ഇത് സൂര്യനായിക്കോട്ടെ, അതേപോലെ കുജനായിക്കോട്ടെ, ശനിയായിക്കോട്ടെ, ഗുരുവായിക്കോട്ടെ, രാഹു, കേതു, ബുധൻ, ആരൊക്കെ ആയിക്കോട്ടെ,
അവർക്കൊക്കെ പ്രത്യേകം ഓരോ മന്ത്രങ്ങളുണ്ട്. അത്തരത്തിൽ നവഗ്രഹ മന്ത്രാർച്ചനയാണ് പ്രധാനപ്പെട്ട അർച്ചന എന്ന് പറയുന്നത്. കൂടാതെ അതിന് ഓരോന്നിനും പ്രത്യേകം വസ്ത്രങ്ങൾ, ധാന്യങ്ങൾ, രത്നങ്ങൾ എന്നിവയുണ്ട് അല്ലേ. അതായത് സൂര്യനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള വസ്ത്രം, പട്ടുകളുണ്ട്. അതേപോലെ തന്നെ അതിന് പ്രത്യേകമായ ധാന്യങ്ങളുണ്ട്, അതേപോലെ രത്നങ്ങളുണ്ട്. ഇതൊക്കെ പ്രത്യേകം നമുക്ക് പഠിക്കാനും അതേപോലെ പ്രത്യേകമായിട്ട് നമുക്ക് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതൊക്കെ സമർപ്പിക്കലാണ് പ്രധാനപ്പെട്ട നൈവേദ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത്. കൂടാതെ ഇത്തരത്തിലുള്ള ഗൃഹദോഷവുമായി ബന്ധപ്പെട്ടാണ്. ആ ഗൃഹദോഷം മാറിക്കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നവഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള പൂജകളും മറ്റ് വഴിപാടുകളും പ്രധാനമായും നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വഴിപാടുകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ വഴിപാടുകളെ പറ്റി സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കിയിട്ട് അല്ലെ, അധികം ഒന്നും വൈഡാവാതെ ചുരുക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ എക്സാമിന് അധികം സമയമില്ല, വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എക്സാം ഡേറ്റ് അല്ലേ. അപ്പോൾ എക്സാം ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം മറ്റുള്ള സബ്ജക്റ്റുകളെ അപേക്ഷിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു പഠിക്കാനോ ഗൈഡൻസോ മറ്റോ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ 40 ഡേ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ, PDF നോട്ടുകൾ, അതുപോലെ സപ്പോർട്ട് മെൻറ്റർഷിപ്പ്, കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ പുതിയ 40 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട്, അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഏതാ വെച്ചാൽ നമുക്കത് എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനോ ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.